നമുക്ക് ജില്ലയിൽ ഇതുവരെ നമുക്ക് ഏകദേശം 6000-നടുത്ത് മഞ്ഞപ്പിത്ത സസ്പെക്റ്റഡ് മഞ്ഞപ്പിത്തവും അതേപോലെ തന്നെ കൺഫേംഡ് ആയിട്ട് 1400-നടുത്ത് ഹെപ്പറ്റൈറ്റിസ് എ കൺഫേംഡ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേജറായിട്ട് നമുക്ക് 3 ഔട്ട്ബ്രേക്കുകൾ വന്നതിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും കേസുകൾ വരാനുള്ള കാരണം. ഒന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ അത്താണിക്കൽ, അതൊന്ന് പെരുവള്ളൂർ ഒരു ഔട്ട്ബ്രേക്ക്. ഇത് ആണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം. ഇതിൽ നമുക്കറിയാം, പോത്തുകല്ല് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക് നടന്ന സമയത്ത് നമ്മൾ ജില്ലയിൽ മൊത്തമായിട്ട് നമ്മൾ കൊടുത്ത കുറേ അവയർനെസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഔട്ട്ബ്രേക്ക് കഴിഞ്ഞ് പിന്നീട് അതിൽ നിന്ന് എല്ലാവരും അങ്ങ് മാറുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. കാരണം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാവുള്ളൂ എന്നുള്ളതും അതേപോലെ തന്നെ ഫംഗ്ഷനുകൾ, പ്രത്യേകിച്ച് കല്യാണം അതുപോലുള്ള ഫംഗ്ഷനുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ്. ഈ കാര്യങ്ങളൊന്നും പാലിക്കാതെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജൂൺ 2ാമത്തെ ആഴ്ച നമുക്ക് കേസുകൾ വളരെ നല്ലപോലെ കുറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് ഈ 3 മേജർ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അതിലാണ് നമുക്ക് ഏകദേശം 400-നടുത്ത് കേസുകൾ ഓരോ ഔട്ട്ബ്രേക്കിനും ഉണ്ടാകുകയും ഇത് നമുക്ക് ഈ ലാസ്റ്റ് 2 വീക്കിൽ നമുക്ക് കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ഇതിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസിന്റെ ഡെത്ത് നടന്നത് നമുക്ക് പോത്തുകല്ല് ഔട്ട്ബ്രേക്കിലായിരുന്നു നമുക്ക് കൂടുതലുണ്ടായിരുന്നത്. ഈ ഔട്ട്ബ്രേക്കുകളിലൊന്നും നമുക്ക് ഡെത്ത് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഡെത്ത് നമുക്ക് സംശയാസ്പദമായ ഇതെന്നേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ അത് നമ്മളുടെ ഇതിൽ നോക്കിയതിന് ശേഷം വളരെ ഷോർട്ട് പീരീഡിൽ 3 ദിവസത്തിനുള്ളിൽ ഡെത്തായ ഒരു ഇതാണ് കണ്ടേക്കുന്നത്. അത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് നമുക്ക് ഒരു അനുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ കൂടുതൽ പരിശോധനകളും കാര്യങ്ങളും അത് ചികിത്സ ഡോക്ടർമാരോടും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സസ്പെക്റ്റഡ് എന്ന് തൽക്കാലം പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഹെപ്പറ്റൈറ്റിസ് ഡെത്തായിട്ട് നമുക്ക് കണക്കിലെടുക്കാനായിട്ട് കഴിയുന്നതല്ല. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, സ്കൂളുകളിലൊന്നും നമ്മൾ തണുത്ത ഭക്ഷണം കൊടുക്കരുത്, പ്രത്യേകിച്ച് സാലഡ് പോലുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മുഖേന സ്കൂളുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ LSCകൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ കല്യാണം അതുപോലെ ഫംഗ്ഷനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രോഗബാധിതരായ ആളുകൾ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചടങ്ങിലേക്ക് പങ്കെടുക്കരുതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 3 ആഴ്ചയോളം. കാരണം രോഗം ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവർ രോഗലക്ഷണം കാണിക്കാൻ തന്നെ 2 ആഴ്ചയോളം എടുക്കും. ആ ഒരു പീരീഡിൽ അവർക്ക് അസുഖം പരത്താനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അസുഖം മാറി ഇതാകണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 3 ആഴ്ച എടുക്കും. ഈ സമയങ്ങളിൽ അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുകയും അവർ ഇതുപോലെ ഫംഗ്ഷനിലോ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അസുഖം വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ ICയും കാര്യങ്ങളും അവിടെ സർവൈലൻസും എല്ലാം ഊർജ്ജപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡറി കേസുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അവിടെ മൈക്ക് പബ്ലിസിറ്റിയും കാര്യങ്ങളും എല്ലാം, അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓരോ ഗ്രാമപഞ്ചായത്തുകളും ജനപ്രതിനിധികളും ഒക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അതിൽ അവർക്ക് ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കൂട്ടായ പ്രയത്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഔട്ട്ബ്രേക്കുകൾ നമുക്ക് തടയാനായിട്ട് കഴിയുന്നത്. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇല്ല, ഗുരുതരമായ അവസ്ഥയിലേക്ക് ആരുമില്ല. പക്ഷേ നമ്മൾ ഗർഭിണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നേരത്തെ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറയും. കാരണം അങ്ങനെയുള്ള ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഇന്നലെ ഒരു ലേഡി ഗർഭിണിയായ ഒരു സ്ത്രീക്ക് പനിയുണ്ടെന്ന് പറഞ്ഞു, മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞിട്ടില്ല, പനിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരോട് നേരത്തെ പോയി കാണിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തോ ഷിഗല്ല